ഹലോ ഗായ്സ്, നൗഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മാങ്ങ തനി നാടൻ കടുക് മാങ്ങ അച്ചാർ എന്ന് പറയും. അതാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ പറയാം. ഒരു മാങ്ങ അവിടെ കഴുകി വൃത്തിയാക്കി ചെറുതായി അറുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിനാവശ്യമായ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ കടുക്, വെന്തയം, കറിവേപ്പില. ഇതാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഗ്യാസിൽ നോൺ സ്റ്റിക്കിൻ്റെ ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അത് നന്നായി ചൂടായി വരണം. അതിന് ശേഷമാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഒഴിക്കുന്നത് തനി നാടൻ വെളിച്ചെണ്ണയാണ്. ആട്ടിയ വെളിച്ചെണ്ണ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം. അതിനുശേഷം നന്നായി എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കടുകും വെന്തയും ആഡ് ചെയ്യാം. നന്നായി ചൂടായതിനു ശേഷമാണ് നമ്മൾ കടുകും വെന്തയും ഇതിൽ ചേർക്കുന്നത്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ കടുകും വെന്തയും ആഡ് ചെയ്യാൻ പോകുന്നത്. ഗ്യാസ് നമുക്ക് സിമ്മിലാക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. അതിനുശേഷം കറിവേപ്പില ആഡ് ചെയ്യാം. നന്നായി ചൂടായതിനു ശേഷം നന്നായി ഒന്ന് ഒരുപാട് കരിയാൻ പാടില്ല, സ്ലിമ്മിലിട്ടിട്ട്. അതിനുശേഷം മുളക് പൊടി ആഡ് ചെയ്യണം. നന്നായി നമുക്ക് എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. കാശ്മീർ മുളക് പൊടിയാണ് കളർഫുള്ളായിട്ട് ഇരിക്കുന്നത്. അതാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നന്നായി ഒന്ന് ആയതിനു ശേഷം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ആഡ് ചെയ്യണം. നല്ല കളർഫുള്ളായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ മാങ്ങ, അരിഞ്ഞ് വെച്ച മാങ്ങ നമുക്കിതിൽ ആഡ് ചെയ്യാം. കടുക് മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കൂടുതലും നല്ല ഇത്തിരി ചനഞ്ഞ പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ എണ്ണയിൽ ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി നോക്കാം. അച്ചാർ റെഡിയായി. നല്ല കളർഫുൾ തന്നെ നമ്മുടെ കടുക് മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കടുക് മാങ്ങ അച്ചാർ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമസ്കാരം.